പറ്റില്ല. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും ത്യാഗങ്ങളും കഷ്ടപ്പാട് ഒരുപാട് സഹിക്കേണ്ടി വരുമടാ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അല്ലാതെ അള്ളാന്റെ സ്വർഗത്തിൽ നിനക്ക് കടക്കാ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക. സ്വർഗത്തിലേക്ക് വെറുതെ പോകാൻ പറ്റുമോ? ബീച്ചിൽ നടന്ന ഫെസ്റ്റിവലിന് എത്രയായിരുന്നു പാപ്പ? 50 അല്ലായിരുന്നോ? എത്രയായിരുന്നു? ഹെലികോപ്റ്ററിൽ കയറാൻ എത്രയായിരുന്നു? കളിപ്പാട്ടങ്ങളിൽ കയറാൻ എല്ലാത്തിനും പൈസ. ഇതിനകത്ത് കയറാൻ 50 രൂപ കൊടുക്കണം. എന്നെ ഒലക്ക കാണാൻ അതിനകത്ത് കയറിയിട്ട്, ഇതിനകത്ത് കയറിയിട്ട് എന്നാ കാണാനാ? കൊച്ചു പിള്ളേര് കളിക്കുന്ന. എന്തായാലും അതുകൊണ്ടൊരു ഉപകാരമുണ്ടായി. ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതവും പോയി, ഒരുപാട് പെണ്ണുങ്ങൾക്ക് ജീവിതവും കിട്ടി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആകെ ഉള്ള നേട്ടം എന്താ? ആകെ ഉള്ള നേട്ടം ഞാൻ അവസാനം തരാം. കെട്ടിയ പെണ്ണിനെ രാത്രി 1 മണിക്കും 12 മണിക്കും നടന്നു പോകാനുള്ള അനുവാദം കൊടുത്തവനാ ഭർത്താവ്. നിനക്കുള്ളത് ഞാൻ അവസാനം തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രാത്രി 1 മണിക്ക് 2 മണിക്ക് നോക്കുമ്പോ ഇങ്ങനെ നടക്കാ ഉമ്മായി മക്കളും. സ്വർഗത്തിൽ പോയിട്ട് വന്നതാ, സ്വർഗത്തിൽ പോയിട്ട് വന്നത്. നീ വലിയ ഹാജിയാര്, നീ താടിയും വളർത്തി തഴമ്പുമായിട്ട് കമ്മിറ്റിക്കാരനായിട്ട് പള്ളിയും പരിപാലിച്ചിരിക്കുക. നിന്റെ പെണ്ണും പിള്ളയും മക്കൾ ഇങ്ങനെ നടക്കാ. നിന്നെ അള്ളാഹു സ്വർഗത്തിൽ തന്നെ വിടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ തരുമാറാകട്ടെ. വിടും പടച്ചവൻ, കാത്തിരുന്നു ഇൻഷാ അല്ലാഹ്. പടച്ച റബ്ബ് നിന്നെ വേറെ തരും, നിനക്ക് പിടിച്ചു നിർത്തും റബ്ബ്. അള്ളാഹു കാക്കുമാറാ അല്ലാഹ്. പടച്ച റബ്ബ് നിന്നെ വേറെ തരും, നിനക്ക് പിടിച്ചു നിർത്തും റബ്ബ്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദ് വലിയ പ്രയാസവാ, വലിയ ദുരിതമാ, വലിയ ബുദ്ധിമുട്ടാ, രോഗവാ, ദാരിദ്ര്യമാ, കടവാ, ഇങ്ങനെ ഇതിനിടയിലൊക്കെ എങ്ങനെ ജീവിക്കാം? പിന്നെ അള്ളാഹു ചോദിക്കുക, പിന്നെ നിന്നെ സ്വർണ്ണക്കട്ടയിൽ വെച്ചിട്ട് അള്ളാഹു വാഴിക്കൂ? ആകാശത്ത് നിന്നും മഞ്ഞും സൽവ ഇറക്കി തരും, നീ വീട്ടിൽ ഇരുന്നാ മതി, നീ വീടിനകത്തിരുന്നാ മതി. അള്ളാഹു ആകാശത്ത് നിന്നും മഞ്ഞും സൽവ ഇറക്കി തരും, തിന്നോണ്ട് നിസ്കരിച്ചിരുന്നാ മതി. നീ എന്താ വിചാരിച്ചത്? നമ്മളൊക്കെ ഒരുപാട് പരാതി പറയുന്നവരാ. ഉസ്താദേ, വല്ലാത്ത പ്രയാസമാ, വല്ലാത്ത ദുരിതമാണ്, ദുഃഖമാണ് എന്ന് ഞാനും നിങ്ങളും പറയുമ്പോ, സഹോദരാ, ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തതാർക്കാ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നമ്മളൊക്കെ പറയുന്നുണ്ട്, പടച്ചവനെ ആരാധനയ്ക്കറകൻ നീയല്ലാതെ വേറെ ആരുമില്ല. അള്ളാഹുവേ നീയാണ് വലിയവന്, അള്ളാഹുവേ നീയാണ് വലിയവന് എന്ന് ഞാനും നിങ്ങളും നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ. എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, നീ പറയുന്നത് സത്യമാണോ എന്ന് അള്ളാഹു നിന്നെ ടെസ്റ്റ് ചെയ്യുമടാ. പടച്ചവൻ നിന്നെ